ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൂഫി ഫുഡ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 1 പോട്ട് പ്രോൺ റൈസ് ആണ്, അല്ലെങ്കിൽ ചെമ്മീൻ ചോറ്. ഓക്കെ, നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചെമ്മീനാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചെമ്മീൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ്റെ തല കൂടി മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഈ തലക്ക് ഭയങ്കര നല്ല ഫ്ലേവറാണ്. ഏത് ബിരിയാണി ആണെങ്കിലും സിംഗിൾ പോട്ട് റൈസ് ആണെങ്കിലും നല്ലൊരു ഫ്ലേവർ ബിരിയാണിക്ക് കൊടുക്കും. ഓക്കെ, സോ അപ്പോൾ അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് റൈസ് എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 2 കപ്സ് ബിരിയാണി റൈസാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി 2 കപ്സ് ബിരിയാണി റൈസ് നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ 3 വട്ടം ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്കത് സോക്ക് ചെയ്യാനായിട്ട് 20 മിനിറ്റ്സ് വെക്കാം. ലോങ് റൈസ് കൊണ്ട് ഉണ്ടാക്കാം, പക്ഷേ ഏറ്റവും നല്ലത് ഈ ജീരകശാലയുടെ ബിരിയാണി റൈസ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് സോക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാം. ആദ്യം വേണ്ടത് 2 ഉള്ളി വേണം, അല്ലെങ്കിൽ പിന്നെ 2 ടൊമാറ്റോ, 3 to 4 ഗ്രീൻ ചില്ലി എല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ പെട്ടെന്ന് എല്ലാം ചെയ്യാം. 1 പോട്ട് റൈസ് ആണല്ലോ. ഇനി പാന് അടുപ്പത്ത് വെക്കണം. നല്ല കോക്കനട്ട് ഓയിൽ കുറച്ചൊഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ പ്രോൺസ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഓവർ ഫ്രൗഡ് ചെയ്യാതിരിക്കണതാണ് നല്ലത്. പക്ഷെ ഞാനിതിൽ കുറച്ച് ഫുള്ള് ഒറ്റടിക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി അറ്റ് ടൈമാണ് ഇട്ടത്. പക്ഷെ കുഴപ്പമില്ലാതെ വന്നു. പിന്നെ അധികം എന്താ പറയുക, നന്നായിട്ട് ക്രിസ്പി ആവാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര റബ്ബറി ടെക്സ്ചറാണിത് വരിക. ജസ്റ്റ് ഒരു സൈഡ് കുക്കായാൽ തന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയാവും. അപ്പോൾ അതാവണ്ട വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി എല്ലാം മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് സൈഡും നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും കോരിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ഇതെല്ലാം കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമുക്ക് സെയിം ഓയിൽ തന്നെയാണ് നമുക്ക് ഇനിയും ആവശ്യമുള്ളത്. ഇതാണ് നമ്മൾ മാറ്റി വെച്ച പ്രോൺസ്. ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ പട്ട, കറാമ്പു, ഏലക്ക ഇടാം. ഓരോ ഗ്ലാസ്സിന് 2 വീതം എന്നുള്ളൊരളവിന് ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് പ്യുവർ ഗീ ഇടാം. ഒരു ഫുൾ ടേബിൾ സ്പൂൺ ഗീ ഇടാം. എന്നിട്ട് അതിൽ ഈ പ്രോൺസ് അല്ല, ഈ പട്ട, കറാമ്പു, ഏലക്കയും അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതേ ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉള്ളത് കാരണം നല്ലോണം മൂപ്പിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒരു 4 seconds മൂപ്പിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 ഉള്ളി ഉണ്ടല്ലോ, അല്ലെങ്കിൽ സവാള, അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലോട്ട് ഇടാം. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പിൻ്റെ ഇല ഉണ്ട്, അല്ലെങ്കിൽ 3 to 4 ഗ്രീൻ ചില്ലി, പച്ചമുളകും അതിലിടാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് സോട്ട് ചെയ്യുക. നന്നായിട്ട് നമ്മൾ ബിരിയാണിക്ക് സോട്ട് ചെയ്യണ പോലെ സോട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതൊന്ന് വേവാൻ വേണ്ടി കുറച്ച് നേരത്തിനൊന്ന് മൂടി വെക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉള്ളി ഇപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 തക്കാളിയാണ് നമ്മൾ നേരത്തെ ഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായി പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്ക് ഈ പോട്ടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ തക്കാളി ഇടുമ്പോൾ തന്നെ കുറച്ച് കല്ലുപ്പ നമ്മളിവിടെ യൂസ് ചെയ്യണത്. ആവശ്യത്തിന് ഉപ്പ്, മസാലയിൽ എത്ര ഉപ്പ് വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി പ്രോൺസിലൊരു ഉപ്പുണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കതിൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടാണ് ഞാൻ നേരത്തെ പ്രോൺസിൻ്റെ ഇത് കാണിച്ചപ്പോൾ ചെമ്മീൻ്റെ തല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ മസാലയിലോട്ട് ആഡ് ചെയ്താൽ നന്നായിട്ട് ആ പ്രോൺസിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ മസാലയിലോട്ട് പിടിക്കും. നമ്മൾ മറ്റേ
പ്രോൺസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളതും. ഇനി നമുക്കതിൽ മല്ലിയില, പുതിനയില ഒരു ഹാൻഡ്ഫുള്ള് മതി. ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഫോർ ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ടർമറിക് പൗഡർ. പിന്നെ നമുക്ക് വേണ്ടത് ഇനിയും നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് എരിവിനായിട്ട് ചെറിയ കാശ്മീരി മുളക് പൊടി, ജസ്റ്റ് കളറും കിട്ടും, വലിയ എരിവും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂണ് നമ്മൾ തൈരും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള കേടാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് മൂടി വെക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം എന്തായി ഇതിൻ്റെ മസാല ഒക്കെ വരുന്നറിയാൻ. അപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ പ്രോൺസിൻ്റെ ഇതെല്ലാം ഇതിലോട്ട് പിടിക്കുക. അതായത് പ്രോൺസിൻ്റെ തല ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മസാല ഗ്രേവിയൊക്കെ ഈ മസാലയിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചതാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേ ഫ്ലെയിമിൽ തന്നെ, ഒരു ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്നും സെറ്റാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫോർ ഒരു 2 മിനിറ്റ്സ് നമുക്ക് അങ്ങനെ വെക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ്സ് വെക്കാം. ഇനി അതിലോട്ട് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്താ വെച്ചാൽ ഗ്രേറ്റഡ് കോക്കനട്ട്, ഒരു 3 ബിഗ് ടേബിൾ സ്പൂണിൽ ഉള്ള ഗ്രേറ്റഡ് കോക്കനട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സെറ്റായതിന് ശേഷം മാത്രമാണ് നമ്മളിതിൽ ഹോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിനി വെള്ളത്തിൻ്റെ അളവ് പറയാം. നമ്മളിതിൽ ആഡ് ചെയ്തത് 2 കപ്സ് ഓഫ് റൈസാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. 2 കപ്സ് റൈസ്. അപ്പോൾ അതിലോട്ട് 3 കപ്സ് ഓഫ് ഹോട്ട് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഹോട്ട് വാട്ടർ തന്നെ ആഡ് ചെയ്യണം. ജസ്റ്റ് തണുത്ത വെള്ളമൊന്നും ആഡ് ചെയ്യാൻ നിൽക്കരുത്. എന്നിട്ട് ഹോട്ട് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഉപ്പ് ഉണ്ടോയെന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ മസാലയിലും കുറച്ച് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഉപ്പില്ല തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കുറച്ചുകൂടി ആ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള, കാരണം സോൾട്ട് വാട്ടറായിട്ട് നിൽക്കണമല്ലോ, അങ്ങനത്തെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് മൂടി വെക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് രണ്ടും പാടെ നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നിട്ടൊന്ന് സെറ്റിലാക്കി കൊടുക്കുക. പിന്നെ ഈ ഹൈ ഫ്ലെയിമിലൊന്ന് തിളച്ച് ജസ്റ്റ് വാട്ടർ ഇതും ഒരു ലെവലിലായി കഴിഞ്ഞാൽ നല്ല ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് മൂടി വെക്കുക. ആ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് ഒരേ ലെയറിലാവും. അപ്പോഴാണ് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള പ്രോൺസ് ഉണ്ടല്ലോ, അത് 1 by 1 ആയിട്ട് ലെയർ ചെയ്ത് കൊടുക്കണം അതിൻ്റെ മേലെ കൂടെ. എന്നിട്ടാണ് നമ്മൾ ദമ്മിന് വേണ്ടി ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ മൊത്തം ഒരു 20 minutes to 30 minutes ഇങ്ങനെ ദമ്മ് നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതെല്ലാം ലെവൽ ചെയ്തതിന് ശേഷം ഇപ്പോൾ നല്ല കുക്ക്ഡല്ല, ഒരു 80% കുക്ക്ഡ് ആയിട്ടേ ഉള്ളൂ റൈസ്. ഇപ്പോൾ ഇനി നമ്മൾ ഈ പ്രോൺസും കൂടി ഇട്ടിട്ടാണ് എന്ത് ചെയ്യണം, ദം ചെയ്യാൻ വെക്കണം. അപ്പോൾ പ്രോൺസ് അതിൻ്റെ മേലെ ലെയർ ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ലെയർ ചെയ്യാൻ വേണ്ടി വെക്കും. ഈ നേരത്തെ നിങ്ങൾക്ക് ഗീ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഗീ കൂടിയും കുറച്ച് അതിൻ്റെ മേലെ കൂടെ കൊടുക്കാം. നമുക്ക് വലിയ ഗീ ആവശ്യമില്ല. സോ നമ്മൾ വല്ലാതെ ഗീ കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ആ ടേബിൾ സ്പൂൺ ഒരു 1 ടേബിൾ സ്പൂൺ ഫുൾ ഗീ കൊടുത്താൽ മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിത് വളരെ നല്ല ലോ ഫ്ലെയിമിലാണ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 to 15 minutes വെക്കും. ഇതിന് മുമ്പ് ഒരു 15 minutes ഇപ്പോൾ ആയതാണ്. അപ്പോൾ അപ്പോഴാണ് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് റൈസ് കിട്ടുക. അപ്പോൾ നമ്മൾ ദമ്മിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് ഓപ്പൺ ചെയ്യണം. ലിഡ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നല്ല ഫ്ലേവറുള്ള നല്ല അടിപൊളി ചെമ്മീൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റൈസൊക്കെ കുക്ക്ഡായി നോക്കാം. യെസ്, വെൽ കുക്ക്ഡാണ്. റൈസ് എല്ലാം വെൽ കുക്ക്ഡാണ്. ഇത് നല്ല സിമ്പിളായിട്ട് ഇപ്പോൾ 1 പോട്ടിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. 2 പോട്ട് എടുക്കേണ്ട ആവശ്യം, മസാല വേറെ റൈസ് വേറെ ആയിട്ട് മിക്സ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇതിൽ. എല്ലാം നമ്മൾ ഒറ്റയടിക്ക് 1 പോട്ട് റൈസിൽ വെച്ച് ചെയ്യുന്നതാണ്.
പ്രോൺസ് റൈസ്. ഇനി നമ്മളിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സൈഡ് ഒരു കച്ചമ്പർ ലൈക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കാം, ബിരിയാണി ചമ്മന്തി ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ഇതിൽ ഒരു സൈഡായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കുക്കുംബറും അതേപോലെ ഉള്ളി, ഗ്രീൻ ചില്ലി എല്ലാം ഉള്ള ഒരു കേടിൻ്റെ സാലഡാണ് ഞാൻ സൈഡായി കൊടുത്തിട്ടുള്ളത്. ഇത് എല്ലാവർക്കും, ഈവൻ കുട്ടികൾക്ക്, ഇപ്പം നമ്മൾ വലിയ എരിവൊന്നും കൊടുത്തിട്ടില്ല അതിൽ, അതുകൊണ്ട് തന്നെ നല്ല സ്പൈസി അല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ്. ഈ റൈസ് നിങ്ങൾക്ക് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇപ്പം തന്നെ നിങ്ങളൊരു ലൈക്കൊക്കെ വീഡിയോയിൽ ഇട്ട് കൊടുത്തോളൂ. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ever long video ആണ്. Hope you all will like it, enjoy it. So എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. Okay, bye bye, see you. Thank you for watching.